ഏ ഗൈസ് ഹൽക്കൻ സ്വാമിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മിന് പോകുന്ന ചക്കമാക്കുള്ള വീഡിയോ ആണ്. നമുക്കറിയാം ജിമ്മിന് പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ്. അപ്പോൾ നമുക്ക് നാച്ചുറലി അങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ സ്മൂത്തിയിലൂടെ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്സ്, ഇത് ഫുൾ ഡ്രൈ നട്ട്സ് ആണ്, വെള്ളം, പ്രോട്ടീൻ, പഴം, പിന്നെ ഒരു ബ്ലെൻഡർ. നമ്മുടെ അടുത്ത് മുമ്പ് ഒരു ബ്ലെൻഡർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ശരിക്കും മിക്സ് ആവുണ്ടായില്ല അല്ലടാ. കുറച്ച് തരികളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് നമുക്കൊരു അസ്വസ്ഥതയാണ് കുടിക്കുമ്പോൾ. അപ്പോൾ പുതിയൊരു ബ്ലെൻഡർ മേടിച്ചു. അപ്പോൾ ബ്ലെൻഡർ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നമ്മൾ 1500 വാട്ട്സിൻ്റെ മേലുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല പവറിൽ അടിഞ്ഞ് കിട്ടും. പ്രത്യേകിച്ച് ഡ്രൈ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ്. എത്ര വയസ്സിലുണ്ടെങ്കിൽ ബാക്കി സോറി ഗൈസ്. അപ്പം നമ്മൾ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉദ്ഘാടനം ചെയ്തതിന് ഒരു സമാധാനമില്ല. അപ്പോൾ പുതിയ ബ്ലെൻഡർ മേടിച്ചു, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോണ്. നമ്മളിപ്പോൾ പുതിയത് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് കഴുകണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ വിഷാംശമൊക്കെ ഉണ്ടാവും. ഇത് നല്ല സ്ട്രോങ് സാധനമാണ്. നമ്മൾ എത്ര മേടിച്ചപ്പോൾ 200 റംസ് നെക്സ്റ്റ് മേടിച്ചത് പടവാനാണ്. 1800 വാട്ട്സ് ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് സ്മൂത്തി അടിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. കമോൺ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ വിഷാംശം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് എന്നിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ ഇന്നലെ അവക്കാട മേടിച്ചിട്ട് മുറിച്ചോടെ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലാടാ? ഫ്രിഡ്ജിൽ ബോക്സിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതല്ലേ ഇത് ഇവന്റെ കണ്ടുപിടുത്താട്ടാ. ഞാൻ ഇങ്ങനെ വെക്കാറില്ല. ഇവൻ വെള്ളത്തിലിട്ട് വെച്ച അവക്കാട ചീത്തയാവില്ലെന്നാണ് ഇവൻ പറഞ്ഞാണ്. ചീത്തയാണെങ്കിൽ ഇവന്റെ കണ്ണും മോറും നന്നാവും. ഓ ഗായ്സ്, അവക്കാട ചീത്തയില്ല ഏട്ടാ മോനെ. വിളിക്കും ഒന്ന് പട്ടപ്പെട്ട സാധനമായിരിക്കും കൊടുക്കും. അപ്പൊ കണ്ടുപിടുത്ത സക്സസ് ആയി ഗൈസ്. അവക്കാട നമ്മൾ മുറിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി അവക്കാട മതി ബ്ലെൻഡർ അടിക്കാനായിട്ട്. അപ്പൊ പകുതി ചീത്തയാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചാൽ ചീത്തയാവില്ല. അപ്പൊ അത് ഒന്ന് ചെക്കൻ തെളിയിച്ചിട്ടുണ്ട്. എന്റെ കൂടെ നടന്ന് ബുദ്ധി വന്ന് തുടങ്ങി അല്ലടാ. സത്യം ഭയങ്കര നല്ല ചെറുതായിട്ട് ഗൈസ്. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ചുള്ള ഒഴിച്ചു കൊടുത്താൽ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ജാറാണ്. ഇനി നമുക്ക് ഒന്ന് കുലുക്കിയെടുത്തേക്കാം ചൂടുവെള്ളം. ഗൈസ്, അപ്പം നമ്മുടെ ടെസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനുള്ള സ്മൂത്തിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പഴം നേരെ എടുത്തിടുക. ഗൈസ്, ഇത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ് ബൂസ്റ്റ് ചെയ്യണത്. അപ്പം രാവിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ മാനേജ് ചെയ്ത് പൊക്കോളാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്സ് ആണ്. അവിടെ ഓട്സിൻ്റെ സ്കൂപ്പിൻ്റെടാ. ഓട്സ് നമുക്കൊരു 50 ഗ്രാം ഓട്സ് വേണം. ഇത് 30 ഗ്രാമിൻ്റെ അല്ലടാ സ്കൂപ്പ്. 30 ഗ്രാമിൻ്റെ ഓട്സ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് 30 ഗ്രാം ഓട്സ് ഇട്ടു. പിന്നെ ഇനി ഒരു കാഭാഗം കൂടി. യെസ്, 50 ഗ്രാം ഓട്സ് ആയി. ഇതൊക്കെ ഒരു കണക്കാണ്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം വെള്ളം ഒഴിക്കാം. മിക്സി വർക്ക് ചെയ്യൊന്ന് അറിയില്ല, കത്തിക്കാണ്ടിരിക്കണം. ഓക്കെ, വെള്ളം ഒഴിച്ചുണ്ട്. ഇത് നമുക്ക് അവക്കാടോ ഇടാം. ഇതിലാണ് മെയിൻ കളികളിരിക്കണത്. കല്യാണം കഴിഞ്ഞവരൊക്കെ നീ പരീക്ഷ ആയിക്കോട്ടെ. വേറെ ലെവല് സാധനാ. ജിൽന്ന് പരീക്ഷണം നീ നടത്തിയതല്ലേ? പരീക്ഷണം നടത്തി വിജയിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും വിജയിക്കാണ്ട് നിങ്ങളുടെ അടുത്ത് പറയില്ല. അറിയാലോ നിങ്ങൾക്ക്. സക്സസ് ആണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ ഒരു കാര്യത്തിൽ സംഭവം സക്സസ്സാ. നിങ്ങൾ വെറുതെ കുറെ മുരിങ്ങയുടെ അല്ലെങ്കിൽ മുരിങ്ങാക്കോളും കഴിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു സ്മൂത്തി അടിച്ചാലേ ആമനൊക്കെ മാറിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈ നട്ട്സ് ഇടാം. ചെറിയ കോൾഡ് ഉണ്ട് ഗൈസ്. ഡ്രൈ നട്ട്സ് എന്ന് പറയുമ്പോൾ ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കയ്യിലൊരു പിടി കിട്ടുമ്പോൾ ഒരു ഭാര്യ കിട്ടും. ഇതിലെന്തൊക്കെയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ വാൾനട്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ കപ്പലണ്ടി, പിന്നെ എന്താ പിസ്ത ഇത്തിരി ഇട്ടേക്കാം. പിന്നെ എടുക്കുമ്പോൾ ഇത്തിരി നമുക്ക് തിന്നാലാം. ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് IOS 000 ആണ്. അത് 0 ഫാറ്റ്, 0 ഷുഗർ, 0 കാർബൺ.
എത്ര ഗ്രാം ഇട്ടാ പ്രോട്ടീന്? 23 അല്ലേ? അല്ല 90 ഗ്രാം പ്രോട്ടീൻ ഉണ്ടല്ലേ. ഇതൊരു സ്കൂപ്പ് ഇട്ടു കേട്ടോ. അപ്പം നമ്മൾ സ്മൂത്തി അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം വാനില അടിച്ചാൽ മതി. ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു സ്പൂൺ പ്രോട്ടീൻ ഇട്ട് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരാളുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. മതി. ഇനിയാണ് കളി. പാടാ മോനെ. ഗൈസ് നമ്മൾ സംഭവം കാണാൻ വേണ്ടി പോവാണ്. അടിയോ അടിയിലാണോ നമുക്ക് അറിയാൻ പാടില്ല. ഓക്കേ ഗൈസ്, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണു. കൈ അതുമ്പോ വെച്ചോ. അപ്പോൾ കുരുട്ടാം. മെയിൻ സംഭവം ഇടാൻ മറന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സംഭവം നമ്മൾ പോർത്തില്ല. ഈത്തപ്പഴം ഇട്ടില്ല. ഈത്തപ്പഴം ഇല്ലെങ്കിൽ ജിൽജിലാവില്ല. അങ്ങനെ പ്രത്യേകത ഈത്തപ്പഴം ഉണ്ട് ഗൈസ്. ഈത്തപ്പഴം മെയിനാണ്. ഈത്തപ്പഴം എപ്പോഴും നമ്മൾ ഇരട്ട സംഖ്യ ഉപയോഗിക്കണം. 2, 4, 6. ഞങ്ങൾ 2 പേരും കൊണ്ട് 4 ഇടും. ഓക്കേ, ഇത് പണ്ട് പോലെ നമുക്കൊരു അറബി പറഞ്ഞാൽ കേട്ടോ. ഈത്തപ്പഴം ഒറ്റയായിട്ട് കഴിക്കാൻ പാടില്ല. അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഇരട്ടിയായിട്ട് കഴിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ വെച്ച വര പോലും. ദൈവത്തിനറിയാം സത്യമാണോ ഉള്ളതാണ് സത്യം. പറഞ്ഞൂടെ? എനിക്കെന്നറിയാം, ഞാൻ ആദ്യമായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഗൂഗിളിലുണ്ടാവോ? ഗൂഗിളുണ്ടാവും. തള്ളു നിർത്താൻ കാര്യം പറഞ്ഞാണ്. ഗൂഗിളിലൊക്കെ ഞാനായതുകൊണ്ട് വിശ്വസിക്കാം. എന്റെ പെണ്ണ് കാണുന്നവര് വിശ്വസിക്കാണ്ടിരിക്കാവോ? കാണുന്നവര് വിശ്വസിക്കും, ഇല്ലെങ്കിൽ കാലം തെളിയിക്കും. അത് തെളിയിട്ടെ. ഓക്കെ ഗൈസ്, അത് നമ്മൾ ഈ വീഡിയോന്റെ തിരക്കിലായതുകൊണ്ട് മറന്നു പോയി കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നുകൂടി അടിക്കാണ്. കുറച്ച് കൊഴുപ്പ് കൂടി ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. അത് കുഴപ്പമില്ലടാ. കുഴപ്പമില്ലല്ലേ? എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ബ്ലെൻഡർ രക്ഷയില്ല ഗൈസ്. ഒരു തരി പോലും കാണാനില്ല. കാണാല്ലേ? ഈത്തപ്പഴം മാത്രമേ കാണാനുള്ളൂ അല്ലേ? ഈത്തപ്പഴം മാത്രം കാണുള്ളൂ. ഒരു മറ്റേ ഞങ്ങൾ അടിക്കുമില്ലേ, കപ്പലണ്ടി, ബദാം, മറ്റേതൊക്കെ ഇങ്ങനെ തരി പോലെ കിടക്കാറുണ്ട്. മുമ്പത്തെ ബ്ലെൻഡർ ഇതാ സുഖൂല. വാങ്ങിച്ചു തരാ. പണ്ടത്തെ ബ്ലെൻഡർ ജാമ്പുവാൻ കാലത്തെ പരിപ്പളയിക്കണേ. കൊല്ലം 2 കൊല്ലൊക്കെ ആയി. അത് ഇനി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ജാറ് പൊളിയായിരുന്നു എന്റെ. പക്ഷെ ഇത് ഇല്ല. ഇതാണോ മക്കളെ? ഇതിൽ അടിച്ചതാ. കഥ നിർത്ത, അടിക്ക്, പണി നടക്കട്ടെ. യെസ്. എന്താണ് ഇമ്മാരി പവറിലൊക്കെ അടിക്കുന്നു? മണം വന്നല്ല. ഇന്നലെ കരിഞ്ഞ കോയില് കരിഞ്ഞ കറക്റ്റ് അതിന്റെ രീതിയിൽ തന്നെ കുടിച്ചില്ലെങ്കിൽ സമാധാനമില്ല. എനിക്ക് അങ്ങനെ ഉണ്ട്. അങ്ങനെ എനിക്കുണ്ട്. എനിക്കത് അങ്ങനെ ആ പ്രോട്ടീൻ ഷേക്കർ തന്നെ അടിച്ച് കുടിച്ചില്ലെങ്കിൽ ഒരു തൃപ്തി കിട്ടില്ല. ഷേക്കറിൽ അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. സത്യം. അല്ലെ ജ്യൂസ് അടിച്ച പോലെ ആള് കൂടാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ അടിക്കാം, അല്ലെങ്കിൽ കിട്ടൂല. ഇതിപ്പോ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ ഒരേ ബുദ്ധിയും ഒരേ ശക്തിയുള്ള ആൾക്കാരാണ്. നമുക്കിനി ഇത് ക്യാമറ എടുത്തിക്കൊണ്ട് വരാൻ നോക്കട്ടെ. ഇതിന്റെ അടിച്ച സെറ്റപ്പ് എങ്ങനെ നോക്കട്ടെ. ഒരു തരി പോലോ പൊളി. അടുത്ത വീഡിയോ നമ്മുടെ ചിക്കൻ കറിയുടെ കേട്ടാ. ചിക്കൻ കറി നാളെ അടുത്ത സ്പെഷ്യൽ കുക്ക് എന്ന് പറയുന്നത് ഇവനാണ് ഗൈസ്. അടുത്ത വീഡിയോ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല, അത് വേറെ കാര്യം. ഞാൻ ഇങ്ങനത്തെ വലിയ ബുദ്ധിപരമായിട്ടുള്ള കളികൾ നമ്മൾ യൂസ് ചെയ്യും. അടുക്കള പണി കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ മാക്കും അടിക്കാറിയാം. അതറിയാം. അടുക്കള പണി ഇത് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ അമ്മനെ പഠിപ്പിക്കാനുള്ള ഗൈസ്. സോറി. അങ്ങനെയുണ്ട് സാധനം പൊളിച്ചു. നോക്കാം എങ്ങനെ നോക്കാം. നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം. ഇവനെന്റെ സ്മൂത്തി എത്ര ഇഷ്ടപ്പെടാറില്ലെന്ന് അവൻ പറഞ്ഞത്. ഞാനങ്ങനെ നോക്കട്ടെ. കീറിന്നൊക്കെ ചോറുണ്ടല്ലോടാ. ഉള്ള ഹാൻസും പാമ്പരാഗ് വയ്ക്കും. ചോർച്ച് സാധനം പൊളി ഉണ്ട്. സെറ്റ് സാധനം സെറ്റല്ലേ? എന്റെ റിസൾട്ട് രാവിലെ കിട്ടും. ഒരുക്കി ഇനി ഞാൻ നോക്കട്ടെ. പൊളി സാധനം.
ഞാൻ അടിച്ചോണ്ട് പറയാല, ഒരു തരി പോലും ഇല്ല, വേറെ ലെവലായിരിക്കണം മോനെ. ബ്ലെൻഡർ പൊളി. ഇപ്പൊ ജിമ്മിന് പോണ ആരെല്ലാം ഉണ്ടെങ്കിൽ ഈ ബ്ലെൻഡർ യൂസ് ചെയ്തോട്ടാ, സൂപ്പർ സാധനം, അടിപൊളിയായിട്ട് കിട്ടും. അല്ല നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോ ഇതിന്റെ പ്രൊമോഷൻ അല്ല കേട്ടാ, ഇത് പ്രൊമോഷൻ ഒന്നും അല്ലാട്ടാ. പ്രൊമോഷൻ ഹോൾസമാർക്ക് നെക്സ്റ്റ് തന്നെ പറയാണ്ട് അവര് നമ്മുടെ അടുത്ത് നാളെ ഒരു സ്പിന്നീസിൽ വീഡിയോ ചെയ്തപ്പോ അത് ചോദിച്ചു പ്രൊമോഷനാണോ, നമ്മൾ നല്ലതല്ലാന്ന് പറയും. പ്രൊമോഷൻ വേറെ കയ്യിലുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇത് നമുക്ക് ജിമ്മിന് പോണവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ സ്മൂത്തി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം യൂസ് ചെയ്യാം, സൂപ്പർ സാധനം. പ്രോട്ടീൻ സ്മൂത്തിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ പുതിയ ഹെൽത്ത് വൈസ് ടിപ്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. ഒരു ബൈ പറയടാ. ഒരു ബൈ ബൈ. ഡബിൾ ബൈസെപ്സ് കൂടി കാണിച്ചു കൊടുക്കറാ, കാണിക്കണ്ട വെറുതെ പറ്റൂ. മാസ്റ്റർ പീസ് ഉണ്ടാ. ബൈ.